നമസ്കാരം. ഇലക്ഷൻ പ്രഖ്യാപിച്ചിരുന്ന അവസാനഘട്ട വോട്ടെടുപ്പും ഇന്നത്തോടുകൂടി കഴിഞ്ഞ് പശ്ചിമ ബംഗാളിലായിരുന്നു അവസാനഘട്ട വോട്ടെടുപ്പുണ്ടായിരുന്നത്. എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. കേരളത്തെ സംബന്ധിച്ച് എല്ലാ സർവേ ഏജൻസികളും നടത്തിയിരിക്കുന്ന സർവേ ഫലം എന്ന് പറയുന്നത് UDF അധികാരത്തിലേക്ക് വരും എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയുള്ള സർവേകളാണ്. ഏകദേശം 9 ഏജൻസികളാണ്, വളരെ വിശ്വസനീയമായ ഏജൻസികളാണ് സർവേ നടത്തിയിരുന്നത്. ആ 9 ഏജൻസികളും വ്യത്യസ്തമായ കണക്കുകളിലൂടെയാണ് എങ്കിൽ പോലും എല്ലാവരും കണ്ടെത്തിയിരിക്കുന്നത് UDF അധികാരത്തിലേക്ക് വരും. അതുതന്നെയാണ് പൊതുസമൂഹം ആഗ്രഹിച്ചിരുന്നതും നമ്മളൊക്കെ നേരത്തെ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നതും അങ്ങനെ തന്നെയായിരുന്നു. കാരണം ഇവിടുത്തെ ഭരണകൂട ഭീകരതയിൽ ജനങ്ങൾ അങ്ങേയറ്റം പൊറുതിമുട്ടിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഭരണവിരുദ്ധ വികാരം, പിണറായിസ്റ്റ് ഭരണവിരുദ്ധ വികാരം അതിശക്തമായിട്ട് നിഴലിച്ചിരുന്നത് കൊണ്ട് തന്നെയും ഈ പ്രാവശ്യം ഭരണം UDFന് എന്നുള്ളത് നേരത്തെ തന്നെ പൊതുസമൂഹത്തിൻ്റെ ഒരു സ്പന്ദനം മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങളതൊക്കെ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ഞങ്ങൾ പ്രവചനമല്ല, ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തിരുന്നത്. എന്തായാലും അതിന് അനുസൃതമായിട്ടുള്ള ഒരു സർവേ ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇനിയിപ്പം ഫൈനലായിട്ട് കൃത്യമായിട്ട് അറിയാനുള്ള കാര്യങ്ങൾ നമുക്ക് 4-ാം തീയതി വോട്ടെണ്ണുന്ന എന്നാണ് അറിയാൻ സാധിക്കുള്ളൂ. എന്താണെങ്കിലും പൊതുവെ നമ്മളുടെ ഒക്കെ ആ ഒരു വികാരത്തിനനുസരിച്ച് തന്നെയുള്ള സർവേ ഫലങ്ങളാണ് എല്ലാ ഏജൻസികളും പുറത്തുവിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ UDF അധികാരത്തിലേക്ക് തിരികെ വരുന്നു എന്നുള്ളത് നമുക്ക് ആശ്വസിക്കാം. അപ്പോഴും നമ്മളിവിടെ എടുത്ത് കാണേണ്ട ചില കാര്യങ്ങളുണ്ട്. കാരണം ഇത് പ്രതിപക്ഷത്തിൻ്റെ ഒരു ശക്തമായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഇന്നത്തെ പ്രതിപക്ഷം, അതായത് ഇനിയിപ്പോൾ ഭരണത്തിലേക്ക് വരാൻ പോകുന്ന UDFൻ്റെ ഒരു നേട്ടം എന്ന നിലയിൽ നമ്മൾ കാണുമ്പോൾ അത് പ്രതിപക്ഷത്തിൻ്റെ ശക്തമായൊരു പ്രവർത്തനത്തിൻ്റെ മികവ് എന്ന് നമുക്ക് 1% പോലും പറയാൻ പറ്റില്ല. കാരണം അങ്ങനെയൊരു പ്രതിഷേധ പ്രവർത്തനം ഇവിടെ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. പ്രത്യേകിച്ച് ഈ അവസാന ലാപ്പ് വന്നു കഴിഞ്ഞു കഴിയുമ്പോൾ. കാരണം ഈ പിണറായിസ്റ്റ് ഭരണകൂട ഭീകരതയിൽ പൊറുതിമുട്ടിയ ജനം എങ്ങനെയും ആ സർക്കാരിനൊന്ന് താഴെ ഇറക്കണം എന്നുള്ള ഒരൊറ്റ അജണ്ടയിൽ മാത്രം കിട്ടിയ ഒരു ബോണസ്, അങ്ങനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഒരു ബോണസായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ UDFന് ഭരണം കയ്യിലേക്ക് വരുന്നത്. അല്ലാതെ UDFൻ്റെ ഒരു ഐക്യം കൊണ്ടോ UDFൻ്റെ ഒരു പ്രതിപക്ഷ പ്രവർത്തന മികവ് കൊണ്ടോ കിട്ടിയിരിക്കുന്ന ഒരു ഔദാര്യം, ഒരു ഇതല്ല. ഇത് ശരിക്കും പറഞ്ഞാൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഒരുതരം പിണറായിസ്റ്റുകളുടെ ഔദാര്യം അല്ലെങ്കിൽ ഒരു ബോണസ് എന്ന നിലയിലാണ് UDFന് ഇപ്പോൾ ഭരണം അധികാരത്തിലേക്ക് കിട്ടുന്നത്. അവിടെ ഇനിയിപ്പം നമുക്ക് കാണേണ്ടത്, ഇനിയിപ്പോൾ ഈ UDF അധികാരത്തിലേക്ക് വരുമ്പോൾ ആര് കേരളത്തെ നയിക്കും എന്നുള്ളതാണ് ഇവിടെ കാണേണ്ടത്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് VD സതീശന് പരിഗണന കൂടുതലായിട്ട് പൊതുസമൂഹം കൽപ്പിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹം ഒരു തികഞ്ഞ പരാജയം തന്നെയായിരുന്നു എന്നുള്ളത് നമ്മളിവിടെ ചൂണ്ടിക്കാണിക്കേണ്ടത് കൂടിയുണ്ട്. പല പ്രാവശ്യവും ഇതിനു മുമ്പ് പറഞ്ഞിരുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ഇദ്ദേഹം പ്രതിപക്ഷ നേതാവായതിനു ശേഷം നമുക്കറിയാം, ഈ പിണറായി വിജയൻ നേതൃത്വത്തിലുള്ള 2ാം ടേം കാലഘട്ടത്തിലാണ് VD സതീശൻ പ്രതിപക്ഷ നേതാവാകുന്നത്. ആദ്യത്തെ ടേമിൽ രമേശ് ചെന്നിത്തലയായിരുന്നു പ്രതിപക്ഷ നേതാവ്. അദ്ദേഹത്തിന് ആ ഒരു കാലഘട്ടത്തിൽ ഉദ്ദേശിച്ച് അത്രയും വിജയിക്കാൻ സാധിച്ചില്ല എന്നുള്ള ഒരു ആക്ഷേപം മുന്നിൽ കണ്ടുകൊണ്ട് കൂടിയാണ് രമേശ് ചെന്നിത്തലയെ മാറ്റിക്കൊണ്ട് VD സതീശൻ പ്രതിപക്ഷ നേതാവാകുന്നത്. പക്ഷേ രമേശ് ചെന്നിത്തലയേക്കാൾ പരാജയപ്പെട്ട ഒരു പ്രതിപക്ഷ നേതാവായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ പ്രതിപക്ഷ പ്രവർത്തന മികവുകൊണ്ട് VD സതീശനെ വിലയിരുത്താൻ പറ്റുള്ളൂ. കാരണം ഒരൊറ്റ സമരം പോലും പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരൊറ്റ സമരം പോലും ഏറ്റെടുത്ത് വിജയിപ്പിച്ച ചരിത്രം VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. അതാണ് ഏറ്റവും വലിയൊരു പരാജയം എന്ന് പറയുന്നത്. എന്നാൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവ് ആയതിനു ശേഷം നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും വിജയിച്ചു എന്നുള്ളൊരു സത്യം തന്നെയാണ്. ആ വിജയിച്ചതിനകത്ത് പ്രതിപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ നട്ടെല്ലായിട്ടുള്ള യൂത്ത് വിങ്, അതായത് യൂത്ത് കോൺഗ്രസ്, അതുപോലുള്ള പ്രസ്ഥാനങ്ങൾ അതിശക്തരായിട്ട് തന്നെ നിന്ന് പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതും അതോടൊപ്പം തന്നെ ഈ പിണറായിസ്റ്റ് ഭരണകൂട ഭീകരതയ്ക്കെതിരെയുള്ള ജനവികാരവുമാണ് ഈ നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും പ്രതിപക്ഷത്തിന് ശക്തമായി വിജയിച്ചു വരാൻ സാധിച്ചത്. എന്നാൽ അവസാന ലാപ്പിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ആ പ്രതിപക്ഷത്തിൻ്റെ നട്ടെല്ലായി പ്രവർത്തിച്ചിരുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്ന രാഹുൽ മാക്കൂട്ടത്തെയൊക്കെ
ഒതുക്കി ഇല്ലാതാക്കുന്നതിനകത്ത് മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിച്ച ഒരു വ്യക്തി കൂടിയാണ് ഈ പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സതീശൻ എന്നുള്ളതും ഈ പൊതുസമൂഹം വളരെ വേദനയോടുകൂടി നോക്കിക്കണ്ട ഒരു കാര്യമാണ്. കാരണം പെണ്ണ് കേസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് സർവ്വസാധാരണമായിട്ടുള്ളൊരു സംഭവമാണ്. അത് തന്നെയല്ല, രാഹുൽ മാക്കൂട്ടത്തിൻ്റെ പെൺ വിഷയം എന്ന് പറയുന്നത് ഈ വാർത്താ മാധ്യമങ്ങളോ അല്ലെങ്കിൽ ഈ എസ് എസ് പി എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ്സിലെ ഈ സതീശനിസ്റ്റുകളും അതുപോലെ തന്നെ സംഘിസ്റ്റുകൾ, അതായത് BJP മുന്നണിയും അതുപോലെ തന്നെ പിണറായിസ്റ്റുകൾ, അതാണ് SSP എന്ന് പറയുന്നത്. സതീശനിസ്റ്റുകളും സംഘിസ്റ്റുകളും പിണറായിസ്റ്റുകളും ഇവർ 3 കൂട്ടരും ആരോപിക്കപ്പെടുന്നത് പോലുള്ളൊരു പീഡനങ്ങളല്ല രാഹുൽ മാക്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ ഉണ്ടായത് എന്നുള്ളത് കോടതിയിൽ വന്നിരിക്കുന്ന വിധികളിലൂടെ തന്നെ പൊതുസമൂഹം തിരിച്ചറിഞ്ഞതാണ്. കാരണം അതിനകത്ത് 3 പീഡന പരാതികൾ ഉണ്ടെങ്കിൽ പോലും കൂടെ അതിനകത്ത് 1ഉം 3ഉം പീഡന പരാതിക്കാരികളുടെ ഡീറ്റെയിൽസ് ശരിക്കും അതിജീവിത എന്നുള്ള നിലയിൽ അവരുടെ മറ്റ് യാതൊരു ഐഡൻറ്റിറ്റിയും പുറത്തേക്ക് വരുന്നില്ല എങ്കിൽ പോലും കൂടെ കോടതി വിധികളിലൂടെയും മുഖ്യധാരാ മാധ്യമങ്ങൾ പുറത്തുവിട്ട ചില കാര്യങ്ങളിലൂടെ പൊതുസമൂഹം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. രണ്ടുപേരും പത്രമതികളും പൊതുസമൂഹത്തിൽ അത്യാവശ്യം സംസ്കാര സാമ്പത്തിക നിലയിൽ ഉയർന്ന നിലയിൽ ജീവിക്കുന്നവരും അവരാണ് അവിവാഹിതനായ രാഹുൽ മാക്കൂട്ടത്തിൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് ചെന്ന്, അവിടെയാണ് നമ്മളത് എടുത്ത് കാണേണ്ടത്. കോടതി കണ്ടെത്തിയിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയാണ് ആ സംഭവം നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ പീഡനവുമില്ല, ഗർഭചിത്രവുമില്ല. നമുക്കറിയാം, ഈ കഴിഞ്ഞ ദിവസം പോലും കൂടെ നമ്മുടെ ഇന്ത്യയുടെ പരമോന്നത കോടതിയായ സുപ്രീം കോടതിയിലെ വളരെ സീനിയറായിട്ടുള്ള ഒരു ജഡ്ജി നടത്തിയിരിക്കുന്ന ഒരു ഒബ്സർവേഷൻ, അതായത് ബഹുമാനപ്പെട്ട ജഡ്ജി BV നാഗരത്ന അവർ പറഞ്ഞിരിക്കുന്ന ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നതാണ്. അതായത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ടൊരു കേസിൻ്റെ സന്ദർഭത്തിലാണ് അവരത് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു യുവാവുമായിട്ട് കുറേ കാലം കൂടിക്കഴിഞ്ഞ് ആ കൂടിക്കഴിയുന്ന കൂട്ടത്തിൽ ഒരു കുട്ടി വരെ ജനിച്ചതിന് ശേഷം ആ യുവാവ് ആ വാഗ്ദാനങ്ങളിൽ നിന്ന് പിന്മാറിക്കഴിഞ്ഞ് അതവിടെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ടൊരു പരാതി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ പരാതി ഒന്നും സ്വീകരിക്കാൻ സാധിക്കില്ല. അതൊക്കെ സുപ്രീം കോടതി പല വിധികളിലൂടെ പറഞ്ഞിട്ടുള്ളതാണ്. ഈ പ്രാവശ്യം പോലും കൂടെ അത് എടുത്തു പറയാനായിട്ടുള്ള കാര്യങ്ങൾ അവർ കൃത്യമായിട്ട്, അവരൊരു വനിതാ ജഡ്ജി കൂടിയാണ്, അവർ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് മുൻകൂട്ടി അറിയാമല്ലോ. നിങ്ങൾക്ക് ഈ പീഡനം നടക്കുമ്പോൾ ഈ ഒരുമിച്ച് കഴിയുമ്പോഴും ഈ കുട്ടി ഉണ്ടാകുന്ന സന്ദർഭത്തിലൊക്കെ നിങ്ങൾക്കിത് തിരിച്ചറിവുള്ള ഒരു സ്ത്രീ തന്നെയല്ലേ. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ പീഡനം എന്ന് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റും? ഇത് അന്ന് ആലോചിക്കേണ്ടതല്ലായിരുന്നോ എന്നാണ് ചോദിച്ചത്. അതേ ചോദ്യം തന്നെയല്ലേ രാഹുൽ മാക്കൂട്ട വിഷയത്തിലും വന്നിരിക്കുന്നത്. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. ഇനിയിപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഈ രാഹുൽ മാക്കൂട്ടത്തിന് എതിരെ വന്നിരിക്കുന്ന ഈ പീഡന പരാതികൾ പോലെയുള്ള സംഭവങ്ങൾ ഇല്ലാത്ത എത്ര നേതാക്കന്മാർ ഈ കേരളത്തിലുണ്ട്? പരാതികൾ വന്നിട്ടില്ലെങ്കിൽ പോലും ഇത്തരം സ്ത്രീ വിഷയങ്ങളിൽ അല്ല പെണ്ണ് വിഷയങ്ങളിൽ ഉൾപ്പെടാത്ത എത്ര നേതാക്കന്മാർ കേരളത്തിലെ ഈ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇന്ന പാർട്ടിയിൽ നിന്നൊന്നുമില്ല, കോൺഗ്രസ് എന്നോ കമ്മ്യൂണിസ്റ്റ് എന്നോ CPM എന്നോ BJP എന്നോ അല്ലെങ്കിൽ മുസ്ലിം ലീഗ് എന്നോ ഇതൊന്നും നോക്കേണ്ടതില്ല. പുരുഷന്മാരായിട്ടുള്ള എത്ര നേതാക്കന്മാർ ഉണ്ട് എന്നുള്ളതൊന്ന് ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ അവരുടെ കാര്യങ്ങൾ ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വെളിപ്പെടുത്തി തരാം, രേഖാമൂലം തന്നെ. ഇതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് എല്ലാവന്മാരും മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുഖംമൂടി അണിഞ്ഞ മാന്യന്മാരാണ് എന്നുള്ളതാണ് സത്യം. അപ്പോൾ രാഹുൽ മാക്കൂട്ടത്തെ കുറ്റപ്പെടുത്താനായിട്ട് ആർക്കും അധികാരവുമില്ല, പ്രത്യേകിച്ച് VD സതീശൻ പോലും. ഇനിയിപ്പോൾ നമ്മൾ കാണേണ്ടത് പൊതുസമൂഹത്തിൻ്റെ ഭാഗമായിട്ട് നിന്നുകൊണ്ട്, കാരണം ഇപ്പോൾ ഉള്ള ഭരണം പിണറായിസ്റ്റ് ഭരണം എത്രമാത്രം ഭീകരമാണ് എന്നുള്ളത് നമ്മൾ പല സന്ദർഭങ്ങളിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ അടുത്ത ദിവസം പോലും കൂടെ സീനിയർ മോസ്റ്റ് IAS ഓഫീസർ ബിജു പ്രഭാകർ, അദ്ദേഹം റിട്ടയർഡായി. അദ്ദേഹം ഇപ്പോൾ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതായത് നാം തന്നെ നമ്മളെ കൊള്ളയടിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ. കുറേയധികം സംഭവങ്ങളുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം കൂടെ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നു. ഇനിയും മുന്നോട്ട് അത്തരം കാര്യങ്ങൾ പൊതുസമൂഹത്തിൻ്റെ മണ്ഡലത്തിലേക്ക് അത്തരം കാര്യങ്ങൾ നമ്മൾ തുറന്ന് പറയുന്നതാണ്. എന്താണെങ്കിലും ശരി, ആ ഭരണകൂടത്തിന് ഒരു B ടീമായിട്ട് ഇനി ഒരു ഭരണകൂടം വരാൻ പാടില്ല. അതായത് ഇപ്പോഴത്തെ പിണറായിസ്റ്റ് ഭരണത്തിൻ്റെ B ടീം ആവരുത് അടുത്ത ഭരണം.
അങ്ങനെയാണ് എങ്കിൽ ഇവിടെ പൊതുസമൂഹത്തിൽ നിന്നും ഞങ്ങൾ മനസ്സിലാക്കിയെടുത്തുള്ള ചില കാര്യങ്ങൾ ഇവിടെ ഒന്ന് സൂചിപ്പിച്ച് വെക്കുകയാണ്. നമ്മൾ പറയുന്നൊന്നും ആയിരിക്കണമെന്നില്ല സംഭവിക്കുന്നത്, എങ്കിൽ പോലും ഇനി ഭരണം ഒരുവിധം നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് KC വേണുഗോപാൽ തന്നെ വരണം എന്നുള്ളതാണ് പൊതുവെ നല്ലൊരു കാര്യമായിട്ട് എടുത്തു പറയാനുള്ളത്. അത് K. സുധാകരൻ തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. KC വേണുഗോപാൽ മുഖ്യമന്ത്രിയും രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയും VD സതീശൻ ധനകാര്യമന്ത്രിയും ആയിട്ടുള്ളൊരു മന്ത്രിസഭയായിരിക്കും ഒരു പരിധിവരെ ഇനിയുള്ള മുന്നോട്ടുള്ള ഭരണത്തിൽ ഒരുവിധം നല്ല രീതിയിൽ ഐക്യത്തിലും യോജിപ്പിലും ഒരുവിധം നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കാനായിട്ട് സാധിക്കുന്നത്. നേരെ മറിച്ച് VD സതീശനാണ് മുഖ്യമന്ത്രി ആകുന്നത് എങ്കിൽ ഭയങ്കരമായ അടിയൊഴുക്കുകൾ വരാൻ സാധ്യതയുണ്ട്. കാരണം VD സതീശനെതിരെ അതിശക്തമായ ഒരു ജനവിരുദ്ധ വികാരം, അല്ലെങ്കിൽ മറ്റൊരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം എടുത്തിരിക്കുന്ന പല നിലപാടുകളും പല വിഷയങ്ങളിലും നമുക്കറിയാം. 2015 ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അവസാന കാലഘട്ടത്തിൽ ഇന്നത്തെ ഭരണകൂടമായ പിണറായിസ്റ്റുകളോട് ഒത്തുചേർന്നുകൊണ്ട്, അന്ന് പ്രതിപക്ഷത്തായിരുന്ന പിണറായിസ്റ്റുകളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് ഉമ്മൻചാണ്ടിക്കെതിരെ പിന്നിൽ നിന്ന് കുത്തിയ കട്ടപ്പ എന്നുള്ളൊരു ഇരട്ടപ്പേര് കൂടി നേടിയിരിക്കുന്ന ഒരു നേതാവാണ് VD സതീശൻ. അതോടൊപ്പം തന്നെ ഈ രാഹുൽ മാക്കൂട്ട വിഷയത്തിലാണെങ്കിൽ പോലും കൂടെ നമുക്കറിയാം, പറവൂർ നടിയെ മുന്നിലിറക്കി പിന്നിൽ നിന്ന് ചതിച്ച ചതിയനാണ് സതീശൻ എന്ന് പോലും കൂടെ പൊതുസമൂഹം കാണുന്നുണ്ട്. കാരണം രാഹുൽ മാക്കൂട്ടം എന്ന വ്യക്തിക്കുള്ള പെണ്ണുകേസിൻ്റെ വിഷയം എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ അതില്ലാത്ത ഒരൊറ്റ നേതാക്കന്മാർ തന്നെ ഉണ്ടോ എന്നുള്ളത് മഷിയിട്ട് നോക്കേണ്ട സാഹചര്യമാണ് ഉള്ളത് എന്ന് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ആ ഒരു നിലയ്ക്ക് നോക്കുമ്പോൾ രാഹുൽ മാക്കൂട്ടത്തെ ഒതുക്കി, അല്ലെങ്കിൽ രാഹുൽ മാക്കൂട്ടത്തെ വെട്ടാനായിട്ട് പറവൂരുള്ള ഒരു നടിയെ മുന്നിൽ ഇറക്കി പിന്നിൽ നിന്ന് കളിച്ച ഒരു ചതിയൻ്റെ റോള് കൂടി VD സതീശന് ഉണ്ട് എന്നിരിക്കെ, VD സതീശൻ മുഖ്യമന്ത്രിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കോൺഗ്രസിൽ നിന്ന് UDFൽ നിന്നും അതോടൊപ്പം തന്നെ പ്രതിപക്ഷങ്ങൾ ശക്തമായിട്ട് സ്വാഭാവികമായിട്ട് ഭരണവിരുദ്ധത ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രംഗപ്രവേശം ചെയ്യും എന്നുള്ളതുകൊണ്ടും ഒരു നല്ല ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നതുകൊണ്ട് തന്നെയാണ് ശരിക്കും KC വേണുഗോപാൽ മുഖ്യമന്ത്രിയും രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയും VD സതീശൻ ധനകാര്യമന്ത്രിയുമായിട്ടുള്ള ഒരു ഭരണമായിരിക്കും നല്ലത് എന്നുള്ള പൊതുസമൂഹത്തിൻ്റെ ഒരു അഭിപ്രായം ഞങ്ങൾ സ്വരൂപിച്ച് അത് പൊതുസമൂഹത്തിലേക്ക് തന്നെ വീണ്ടും അവതരിപ്പിക്കുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.